ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജനുവരി 2024 ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണിനെ കുറിച്ചിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ആദ്യം നമ്മൾ ടെക്നോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോ സ്പാർക്ക് 20 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ ചിലപ്പം ജനുവരിയിൽ ലോഞ്ച് ചെയ്തേക്കാം ഇന്ത്യൻ മാർക്കറ്റിൽ. ഇതിൽ അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. MediaTek Helio G99 അൾട്ടിമേറ്റ് എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 5G ഫോൺ ആയിരിക്കില്ല, 4G ഫോൺ ആയിരിക്കും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 108 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ 32 MP സെൽഫി ക്യാമറ ഒക്കെ വന്നേക്കാം. 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോൺ നമുക്ക് ഒരു 16,000-17,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ജനുവരി 3 ടെക്നോ പോപ്പ് 8 എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ പഞ്ചോൾ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നതായിരിക്കും. യൂണി SoC T606 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ വന്നേക്കാം. 13 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയും 5000 mAh ബാറ്ററി ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. വില ഒരു 6,000-8,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. പിന്നെ ഓപ്പോ റെനോ 11 സീരീസ് ജനുവരി 11 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ 2 ഫോണുകൾ വന്നേക്കാം, ഓപ്പോ റെനോ 11 അതുപോലെ തന്നെ ഓപ്പോ റെനോ 11 പ്രോയും. ഇതിൽ ഓപ്പോ റെനോ 11 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. 11 പ്രോയിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരുന്നതായിരിക്കും. പിന്നെ 11 MediaTek Dimensity 1080 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. അപ്പോൾ ചൈനീസ് വെർഷൻ്റെ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കില്ല ഇന്ത്യൻ വെർഷനിൽ വരിക. പിന്നെ 11 പ്രോയിൽ MediaTek Dimensity 8200 അല്ലാന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സർ വന്നേക്കാം. അത് കൺഫേം ആയിട്ടില്ല. പിന്നെ ഈ ഫോണിൻ്റെ പിന്നിൽ 50+32+8 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ഓപ്പോ റെനോ 11 4800 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. 11 പ്രോയിൽ 4700 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വന്നേക്കാം. പിന്നെ ASUSൻ്റെ ROG Phone 8 അതുപോലെ തന്നെ ROG Phone 8 Pro എന്നീ ഗെയിമിംഗ് ഫോണുകൾ ജനുവരി 8 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഗെയിമിംഗ് ഫോണുകളായിരിക്കും. 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണുകളിൽ വരിക. പിന്നെ 165 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ പിന്നിൽ 50+13+32 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5500 mAh ബാറ്ററിയും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പം 8 പ്രോയുടെ ബാക്കിൽ എക്സ്ട്രാ ആയിട്ട് ഒരു LED ലൈറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം. അതുപോലെ തന്നെ എക്സ്ട്രാ ചില ഗെയിമിംഗ് ഫീച്ചേഴ്സും വന്നേക്കാം. പിന്നെ മോട്ടോ G04 എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഈ ഒരു ഫോണിൽ 6.56 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം. യൂണി SoC T606 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. 16 MP ക്യാമറയും 5 MP സെൽഫി ക്യാമറയും വന്നേക്കാം. 5000 mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഒരു 7,000-8,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ വന്നേക്കാം. പിന്നെ മോട്ടോ G24 പവർ എന്നുള്ള സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ 6.5 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. MediaTekൻ്റെ Helio G85 എന്നുള്ള പ്രോസസ്സർ ആയിരിക്കും വരിക. ഫോണിൻ്റെ പിന്നിൽ 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയും വന്നേക്കാം. 6000 mAh ബാറ്ററി 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. വില ഒരു 9,000-10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. പിന്നെ മോട്ടോ G34 5G എന്ന ഫോണും ചിലപ്പം ജനുവരിയിൽ ലോഞ്ച് ചെയ്തേക്കാം. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ തന്നെയായിരിക്കും ഈ ഫോണിൽ വരിക. ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. പഞ്ചോൾ ഡിസൈൻ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള 5G പ്രോസസ്സർ ഇതിൽ വന്നേക്കാം. ഫോണിൻ്റെ പിന്നിൽ 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും വന്നേക്കാം. പിന്നെ 5000 mAh ബാറ്ററിയും 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില ചിലപ്പം ഒരു 11,000-12,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എത്തിയേക്കാം. പിന്നെ ജനുവരിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ iQOO Neo 9 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ചൈനീസ് വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. 6.78 ഇഞ്ചിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇന്ത്യൻ വെർഷനിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ വന്നേക്കാം. ഫോണിൻ്റെ പിന്നിൽ 50+50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വന്നേക്കാം. 5260 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ വിവോയുടെ X100 സീരീസ് ജനുവരി 4 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. X100 സീരീസിൽ 2 ഫോണുകൾ വന്നേക്കാം, X100ഉം അതുപോലെ തന്നെ X100 പ്രോയും.
ഈ ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. കേർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. ഈ ഫോണിൽ MediaTek Dimensity 9300 എന്ന പ്രോസസ്സർ വന്നേക്കാം. ഈ ഫോണിൽ 32 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ Vivo X100 ഫോണിൻ്റെ പിന്നിൽ 50+64+50 MP ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. X100 Proയിൽ 50+50+50 MP ക്യാമറ സെറ്റപ്പും വരുന്നതായിരിക്കും. X100 5000 mAh ബാറ്ററി 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. X100 Proയിലോട്ട് വരുമ്പോൾ 5400 mAh ബാറ്ററി 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. പിന്നെ OnePlusൻ്റെ OnePlus 12 എന്ന സ്മാർട്ട് ഫോൺ ജനുവരി 23 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. OnePlus 12 6.82 ഇഞ്ചിൻ്റെ 2K OLED ഡിസ്പ്ലേ വന്നേക്കാം. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ Snapdragon 8 Gen 3 എന്ന പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. ഫോണിൻ്റെ പിന്നിൽ 50+64+48 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5400 mAh ബാറ്ററി 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. ജനുവരി 23 ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വില 58,000-60,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. പിന്നെ OnePlusൻ്റെ OnePlus 12R എന്ന സ്മാർട്ട് ഫോണും ജനുവരി 23 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Snapdragon 8 Gen 2 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വന്നേക്കാം. 5500 mAh ബാറ്ററിയും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വില ഒരു 40,000-42,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. പിന്നെ നത്തിങ്ങിൻ്റെ നത്തിങ് ഫോൺ 2A എന്നുള്ള സ്മാർട്ട് ഫോൺ ചിലപ്പം ജനുവരിയിൽ ലോഞ്ച് ചെയ്തേക്കാം. ഈ ഫോണിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. MediaTek Dimensity 7200 എന്ന പ്രോസസ്സർ വന്നേക്കാം. ഫോണിൻ്റെ പിന്നിൽ 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 50 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. പിന്നെ 32 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ ഹോണറിൻ്റെ ഹോണർ X9B എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ അടുത്ത് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജനുവരിയിൽ ചിലപ്പം ഈ ഫോണിൽ ലോഞ്ച് ചെയ്തേക്കാം. ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Snapdragon 6 Gen 1 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 108+5+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5800 mAh ബാറ്ററിയും 35 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. പിന്നെ സാംസങ്ങിൻ്റെ സാംസങ് S24 സീരീസ് ജനുവരി 17 ലോഞ്ച് ചെയ്തേക്കാം. ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ S24 6.2 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Exynosൻ്റെ 2400 എന്നുള്ള പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. ഫോണിൻ്റെ പിന്നിൽ 50+12+10 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 12 MP സെൽഫി ക്യാമറയും വന്നേക്കാം. 4000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ S24 Plusൽ 6.7 ഇഞ്ചിൻ്റെ Quad HD+ ഡിസ്പ്ലേ വന്നേക്കാം. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ Snapdragon 8 Gen 3 എന്ന പ്രോസസ്സർ വന്നേക്കാം. പിന്നെ S24 ഇതുപോലുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയായിരിക്കും ഈ ഫോണിലും വരിക. പിന്നെ 4900 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. ഇതുകൂടാതെ S24 Ultra എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നതായിരിക്കും. ഇതിൽ 6.8 ഇഞ്ചിൻ്റെ Quad HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. Snapdragon 8 Gen 3 എന്ന പ്രോസസ്സറും ഫോണിൻ്റെ പിന്നിൽ 200+12+10 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 12 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ ഇത് കൂടാതെ സാംസങ്ങിൻ്റെ സാംസങ് M44 5G എന്ന ഫോൺ ചിലപ്പം ജനുവരിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല. ഇതിൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനേ ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ Snapdragon 888 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 50+2+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 13 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ റിയൽമിയുടെ 12 സീരീസ് ചിലപ്പം ജനുവരിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയിലായിരിക്കും ലോഞ്ച് ചെയ്യുക. എന്തായാലും റിയൽമി 12 Proയിൽ Snapdragon 7 Gen 3 എന്ന പ്രോസസ്സർ വന്നേക്കാം. 12 Pro Plusലോട്ട് വരുമ്പോൾ ക്യാമറയിൽ ഒരു പെരിസ്കോപ്പ് ലെൻസും കാര്യങ്ങളൊക്കെ വന്നേക്കാം. 3 ഫോണുകൾ വരാനാണ് ചാൻസ്. റിയൽമി 12, 12 Pro അതുപോലെ തന്നെ 12 Pro Plusഉം. പിന്നെ റെഡ്മിയുടെ Redmi Note 13 സീരീസ് ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ജനുവരി 4 ഈ ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. Redmi Note 13 സീരീസിൽ 3 ഫോണുകൾ വന്നേക്കാം. Redmi Note 13, 13 Pro അതുപോലെ തന്നെ 13 Pro Plusഉം. ഈ 3 ഫോണുകളിലും 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൽ 13 Pro Plusൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. മറ്റ് 2 ഫോണുകളിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക.
ഇതിൽ റെഡ്മി നോട്ട് 13 മീഡിയാടെക് ഡിമെൻസിറ്റി 6080 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. എന്നാൽ 13 പ്രോയിലോട്ട് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. പ്രോ പ്ലസിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7200 അൾട്ര എന്ന പ്രോസസ്സറും വന്നേക്കാം. റെഡ്മി നോട്ട് 13 108+ 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. മറ്റ് രണ്ട് ഫോണുകളിലും 200+ 8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി ആയിരിക്കും വരിക. റെഡ്മി നോട്ട് 13 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും പ്രോ വെർഷനിൽ 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും പ്രോ പ്ലസിൽ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ റെഡ്മി നോട്ട് 13 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ പോക്കോ X6 5G എന്ന പേരിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇത് കൂടാതെ പോക്കോയുടെ പോക്കോ X6 Pro 5G എന്ന സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്തേക്കാം. മീഡിയാടെക് ഡിമെൻസിറ്റി 8300 അൾട്ര എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 64+ 8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. 5500 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകൾ. ഇതിൽ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.